ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ജീവിതചര്യയെക്കുറിച്ചാണ് കേട്ടോ. ഒരു ദിവസം കാലത്ത് ഞാൻ ഇന്നത്തെ ദിവസം ഡെയിലി ഞാൻ കാലത്ത് 4:30-ക്ക് എണീക്കും. 4:30-ക്ക് എണീറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ച് പ്രയർ റൂമിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. ഒരു 5-10 മിനിറ്റ് നേരം പ്രാർത്ഥനയിൽ ഇരിക്കും. ആ പ്രാർത്ഥനയിൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ സമർപ്പിക്കുന്നത് സങ്കീർത്തനം 90 അധ്യായം 14 വാക്യാണ് കേട്ടോ. പ്രഭാതത്തിൽ അങ്ങയുടെ കാര്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും തുടങ്ങണത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് നമ്മുടെ ഒരു 5-10 മിനിറ്റ് നേരം എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചായ ഉണ്ടാക്കി ചായ അമ്മയ്ക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് 5:30-ക്ക് 5:30 ആകുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് കുർബാനയ്ക്കായിട്ട് പോയി അവിടെ ചെന്ന് സിൻസേരിയിൽ ചെറിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് ഒരു കൊന്ത ചൊല്ലി കൊന്തയിൽ കൂടി അത് കഴിയുമ്പോൾ ഒരു കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ 7:05 ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരും. വീട്ടിൽ വന്ന് പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അമ്മയ്ക്ക് കൊടുത്ത് ഞാനും കഴിച്ച് അത് കഴിയുമ്പോൾ 9:30 ആകുമ്പോഴത്തേക്കും ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ റെഡിയാക്കി എനിക്കും ഹസ്ബൻഡിനുള്ള ലഞ്ചും കൊണ്ട് ഞാൻ 9:30-ക്ക് ചാലക്കുടിയിലൊരു ഷോപ്പിൽ ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് 9:30-ക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ 7 മണി വരെ ജോലിയുണ്ട് കേട്ടോ. ആ 7 മണിക്ക് ജോലി കഴിഞ്ഞ് 7:30 ആകുമ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് തിരിച്ച് വീട്ടിലെത്തും. വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി പ്രയർ എത്തിച്ച് ഭക്ഷണങ്ങൾ തയ്യാറാക്കാനാണെങ്കിൽ ഉച്ചക്കലത്തെ റെഡിയാക്കിയതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ തയ്യാറാക്കാനുണ്ടെങ്കിൽ തയ്യാറാക്കി രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു 9 അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. മക്കൾ വിളിക്കും, ഫോണിൽ സംസാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 9:30-10 മണിയാകുമ്പോൾ ഞങ്ങൾ കിടക്കും. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ജീവിതചര്യ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.